ആഭാരവൃദ്ധം ജനങ്ങൾക്ക് പാണ്ഡ്യാൽ തൃത്താമര ഗ്രാമം പാണ്ഡ്യാൽ നാരായണൻ്റെയും സഹധർമ്മി സരസ്വതിയുടെയും നമസ്കാരം, പൂർണ്ണമായ നമസ്കാരം. ഇന്ന് ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ 4 ഭാഗത്തും കണ്ടുവരുന്ന ദുഃഖങ്ങളെ കണ്ടും മടുത്തിട്ടും സ്വയം അനുഭവിച്ചിട്ടും ഉള്ള കാരണമാണ്. അപ്പം ഞങ്ങൾക്ക് തോന്നി, എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം നമ്മൾ ചെയ്യണം എന്ന് തോന്നി. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, അതുകൊണ്ട് സാഹിത്യ ഭാഷയിൽ പറഞ്ഞ് എല്ലാവരെയും ആകർഷിക്കാനുള്ള ശക്തിയൊന്നുമില്ല. പ്രാഥമിക വിദ്യാഭ്യാസമേ ഞങ്ങൾക്ക് 2 പേർക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ലളിതമായ ഭാഷയിലാണ്. അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ സമയത്ത് അതിനെന്താ മാർഗം? പണം കൊണ്ടോ എല്ലാവരെയും സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. ഒരു സാധാരണ മനുഷ്യൻ എളിയ കുടുംബത്തിൽ നിത്യജീവിതം എങ്ങനെയോ കഴിഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗം നമുക്ക് ആലോചിക്കണ്ട. പിന്നെ ഏതാ ഉള്ളത്? ക്ഷേത്രങ്ങളിലും മറ്റ് സദസ്സുകളിലും പോയി എന്തെങ്കിലും പ്രഭാഷണങ്ങൾ ചെയ്യുക. അതിനുള്ള ആരോഗ്യവും ഞങ്ങൾക്കില്ല. അപ്പോൾ ലോകത്തിനു വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഉപയോഗപ്രദമായ എന്തെങ്കിലും ചെയ്യണമേ ഈശ്വര, ഞങ്ങൾക്കൊണ്ട് ചെയ്യാനുള്ള ഒരു അവസരം തരണമെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ഗുരുവായൂരപ്പനെ. അതായത് എൻ്റെ ഹൃദയകമനവാസിനെ പ്രാർത്ഥിച്ചു. അതിൻ്റെ അനുഭവ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു ചെറിയൊരു നട തുറന്നു വന്നു. എന്താണ്? നാരായണീയം, ഭാഗവതം, ഭഗവത്ഗീത ഇതുപോലുള്ള കാര്യങ്ങളെ പ്രചരിപ്പിക്കുക എന്ന് ഞങ്ങളെ ഒരു കാരണം ഏൽപ്പിച്ചു. എന്ന് വെച്ചാൽ നേരിട്ട് ഒന്ന് പറയുക അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നുമല്ല പറയണം. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, ഭഗവാൻ തോന്നിച്ചു എന്ന് വയ്ക്കുക. അവിടെയും ഒരു പ്രതിസന്ധി വന്നു. എന്താ? എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രചരിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ആരോഗ്യസ്ഥിതി ഞങ്ങളെ അനുവദിക്കുന്നില്ല. പിന്നെ വലിയ വിദ്യാഭ്യാസമില്ല, ഇതിനെപ്പറ്റി വലിയ അറിവുകളില്ല. പിന്നെ എങ്ങനെയാണ് ചെയ്യുക ഈശ്വര എന്ന് വിചാരിച്ച് മനമൊരുക്കിയ സമയത്ത് അതിനും അദ്ദേഹം ഒരു ചെറിയൊരു വാതിൽ തുറന്നു വന്നു. എന്താണ്? യൂട്യൂബിലൂടെ നാരായണീയം പറയുക. അതുവഴി പലരും കേൾക്കും. അത് മതി, നിങ്ങളെ കൊണ്ടാവുന്ന അതാണ്, അത് മതി എന്ന് അദ്ദേഹം ഞങ്ങളെ തോന്നിപ്പിച്ചു. അത് തോന്നിപ്പിച്ചപ്പോൾ അവിടെയും വന്നു ഒരു പ്രതിസന്ധി. എന്താണ്? യൂട്യൂബിൽ ഞങ്ങളുടെ പലരും കേൾക്കും, കാര്യമൊക്കെ ശരിയാണ്. നാരായണീയം പറയുന്ന 100 സ്കന്ധമുള്ളതാണ്. ഇതെല്ലാം കൂടി ചെല്ലുന്ന സമയത്ത് 3-4 മണിക്കൂർ സമയമെടുക്കും. നമ്മൾ യാന്ത്രിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണിപ്പോൾ. എല്ലാ വീടുകളിലും അവരവർക്ക് അവരവരുടേതായ പ്രശ്നമുണ്ട്. ഈ 5 മണിക്കൂർ കേട്ടോണ്ടിരിക്കാനുള്ള സമയം അവരുടെ കയ്യിലില്ല. ഒന്ന്. രണ്ടാമത്, വീട്ടിലെ വാർദ്ധക്യമുള്ളവരുണ്ടാവും, കുട്ടികളെ സ്കൂളിൽ അയക്കണം, ഭർത്താക്കന്മാർക്ക് ജോലിക്ക് പോകണം, അവർ സ്വയം ജോലിക്ക് പോകണം. ഇങ്ങനെയുള്ള സമയത്ത് ഈ നാരായണീയം രാവിലെ ഇട്ടുകൊണ്ടിരുന്നാൽ അത് പ്രാബല്യമല്ല, അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ എന്താ ആലോചിച്ചു, എന്താ ചെയ്യുക? ഇതിനും ഒരു വഴി കണ്ടുപിടിക്കണമല്ലോ. ഇങ്ങനെ ആലോചിച്ചു. സ്കന്ധമല്ലോ, 10ാം സ്കന്ധം. അപ്പോൾ ഈശ്വരൻ അവിടെയും ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നു. എന്താ ചോദിച്ചാൽ, ഈ 100 സ്കന്ധം നിങ്ങൾ ഒന്നായിട്ട് ചെല്ലണ്ട. കാരണം കേൾക്കുന്നവർക്ക് ബോറ് പിടിക്കും, അവർക്ക് സമയവും ഉണ്ടാവില്ല. സത്യാവസ്ഥ അതാണ്, അവർക്ക് സമയം ഉണ്ടാവില്ല. വയറ്റ് പൊഴപ്പിനാണ് എല്ലാവരും ജീവിക്കുന്നത്. ഭർത്താക്കന്മാർ ജോലിക്ക് പോകും, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണം, കിടപ്പ് രോഗികളുണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓരോ സ്കന്ധമായി വായിക്കുക, നാരായണീയം വായിക്കുക എന്ന് അദ്ദേഹം ഞങ്ങളെ തോന്നിപ്പിച്ചു. അതനുസരിച്ച് ഞങ്ങൾ ഒരു 18-ാം തീയതി, അതായത് ഈ മാസം 18-ാം തീയതി, അതിനു മുമ്പ് ഞാൻ വളരെയധികം പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗീത, ഭാഗവതം, ഭാരതമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ലെങ്തിയാണ്, 15-20 മിനിറ്റ് കൂടുന്നതാണ്. ജനങ്ങൾക്ക് കേൾക്കാനുള്ള അസൗകര്യങ്ങൾ ധാരാളം ഉണ്ടാവും. ഞാനത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇതാവുന്ന സമയത്ത് എന്താ വെച്ചാൽ, ഒരു സ്കന്ധം 7 മിനിറ്റിലധികം ഒരിക്കലും എടുക്കില്ല. ഈ 7 മിനിറ്റ് പറയുന്ന
വലിയൊരു ഇതൊന്നുമല്ല. പല്ല് തേച്ച് പുറത്തു വരുന്ന സമയമുള്ളൂ. ഇത് അവർക്ക് ഇടാൻ സാധിക്കും. ഇനി സാധിക്കില്ല പറഞ്ഞ് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് പ്രത്യേകമായ ഉത്തരങ്ങളൊന്നും പറയാനില്ല. 7 മിനിറ്റ് സാധിക്കും. ഞങ്ങളങ്ങനെ 7 മിനിറ്റ് ഈ കഴിഞ്ഞ 18-ാം തീയതി 18/6/25 എന്ന് നാരായണീയം വായിക്കാൻ തുടങ്ങി. അത് നാരായണീയം വായിക്കുന്നത് എൻ്റെ ഭാര്യയാണ്, സരസ്വതിയാണ് വായിക്കുന്നത്. ഞാൻ സാധാരണ പ്രഭാഷണങ്ങളെ ചെയ്യാമെന്ന് അതുകൊള്ളൂ വായിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ അനുഭവം നിങ്ങൾ ദിവസം ഒരു സ്കന്ധം വെച്ചാൽ മതി. ഞാൻ അധികം പറയണില്ല. ഒരു സ്കന്ധം രാവിലെയും വൈകുന്നേരം വെച്ച് കേൾക്കുക. ഇതിൻ്റെ അനുഭവം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ പരമ്പരയ്ക്കും തീർച്ചയായും എന്നെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസം ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അവിടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അതിനെനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണത്, അതിന് വളരെയധികം പ്രതിസന്ധികൾ തരണം ചെയ്തവനാണ്, വളരെയധികം ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എല്ലാവരും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു സ്കന്ധം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കന്ധം വയ്ക്കുക. 5 മിനിറ്റേ ആവുള്ളൂ. ഇതിലധികം ആവുന്ന പതിവില്ല. ആ സ്കന്ധം നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിങ്ങൾ ഇരിക്കണമെന്നില്ല. പല്ല് തേക്കുക, നിത്യകർമ്മങ്ങൾ ചെയ്യുക, എന്ത് വേണം. ഈ കർമ്മങ്ങൾ കഴിയും മുമ്പ് അതും കഴിയും. ഇതൊരു പ്രാക്ടീസാക്കി തീർക്കണം. ഇവിടെ തന്നെ ഇത് കേട്ട ശേഷം ഒരുപാട് ആളുകൾ ഇത് ചെയ്തു വരുന്നുണ്ട്. ഞങ്ങൾക്ക് അഹമ്മദാബാദ്, ബോംബെ, ഗ്വാളിയർ, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടെ നിങ്ങളൊക്കെ നിറയെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അതിന് പുറമെ ഈ പ്രദേശത്തും ഒരുപാട് ആൾ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചതായി ഞങ്ങൾക്ക് അറിയുന്നുണ്ട്. എൻ്റെ ഒരു ഓട്ടോക്കാരൻ തന്നെ അവിടെ നിന്ന് വിളിച്ചു പറയുണ്ടായി. ഞാൻ ഇത് കേട്ടിട്ട് 2-3 പേർക്ക് ഷെയർ ചെയ്തു. അവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവരൊക്കെ വീടുകളിൽ വെക്കാൻ തുടങ്ങിയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ഒരു നിസ്സാര കാര്യമായി നിങ്ങൾ ദയവ് ചെയ്ത് കണക്കാക്കരുത്. നിങ്ങൾ വെച്ചില്ലെങ്കിൽ എനിക്ക് ആക്ഷേപമില്ല. ഞാൻ ഇതൊരു നിർബന്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഭക്തി പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റുന്ന കാര്യമല്ല. സാഹചര്യങ്ങൾ കൊണ്ട് ഭക്തനായി തീരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും 5 മിനിറ്റ് ജീവിതത്തിൽ 5 മിനിറ്റ് എന്ന് ഞാൻ പറയണം. 5 മിനിറ്റ് ഈശ്വരന് വേണ്ടിയിട്ടും സൽക്കർമ്മത്തിനും വേണ്ടി ചിലവാക്കുക. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രമല്ല, ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, നിങ്ങളുടെ വംശത്തിനും രോഗികൾക്കും മനോരോഗികൾക്കും എല്ലാവർക്കും ഇത് ബാധകമാവും. എന്നെങ്കിലും അത് സഹായിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. നിത്യവും ഇതൊരു പ്രാക്ടീസാക്കി മാറ്റുക. നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വിദേശികളിൽ ഒരുപാടുണ്ടാവും. അവർക്കും ധാരാളം ദുഃഖമുണ്ടാകും. നമ്മൾ വിചാരിക്കാം അവിടെ ഇരിക്കുന്ന സ്വർഗമാണെന്ന്. സ്വർഗമൊന്നുമല്ല. വളരെയധികം ആൾക്കാർ വളരെ ദുഃഖം അനുഭവിക്കുന്നവർ ഉണ്ട്, എനിക്കറിയാം. അതിനെല്ലാം മോചനം ഇതൊരു മാർഗ്ഗമേ ഉള്ളൂ കരികാലത്ത്. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ദിവസവും വയ്ക്കണം. ഈ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. ഒരാളെ എന്നോട് ചെയ്തു ഗ്രൂപ്പിലിടണമെന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഒരാളെ എന്നോട് പറഞ്ഞു, ഈ ഗ്രൂപ്പിലിടേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. നാരായണീയം കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കായിട്ടില്ല. അതുകൊണ്ടാണ് അത് തോന്നിച്ചത്. അതുകൊണ്ടാണ് ഗ്രൂപ്പിലിട്ടുകൊണ്ട് എന്താ നാടാൻ. വേറൊരാളെ എന്നോട് പറഞ്ഞു, ഇതൊക്കെ മിഥ്യയാണ്, വെറും മിഥ്യയാണ് പറഞ്ഞു. അതിന് ഞാൻ യാതൊരു മറുപടിയും പറഞ്ഞില്ല. പക്ഷേ അയാൾ മറുപടി ചോദിച്ചു വാങ്ങി, ഇതിനെന്തെങ്കിലും മറുപടി വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സൂര്യചന്ദ്രന്മാരെ നോക്കി നായി വരയ്ക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറി. ബാക്കിയുള്ളതൊക്കെ അയാളും മനസ്സിലാക്കിക്കോട്ടെ, നിങ്ങളും മനസ്സിലാക്കിക്കോളും. ഇത്രയും എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്, ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടി നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യമാണ്. അപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കോടിയെ
10,000 കോടി കൊണ്ട് ഭാഗിച്ചാൽ എന്ത് വരുമോ ആ അംശം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്. കോടിയെ 10,000 കോടി കൊണ്ട് ഭാഗിച്ചാൽ എന്ത് വരുമോ അത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങളും ചെയ്താൽ ശാന്തിയും സമാധാനവും തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. പിന്നെ വിധിക്കപ്പെട്ടത് നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷേ അതിന് ശമനം കിട്ടുമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. തീർച്ചയായും നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ആപാലബദ്ധം ജനങ്ങൾക്ക് നിങ്ങളൊക്കെ ഞങ്ങളുടെ ഗുരുക്കളാണ്, അതിന് യാതൊരു സംശയമില്ല. വയസ്സുകൊണ്ട് ചെറിയവരായവരുണ്ട്, ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്, MBBS എടുത്തവരുണ്ട്, MP-കാരുണ്ട്. ഇവരെല്ലാവരും ഞങ്ങളെക്കാളും ചെറുതാണെങ്കിലും, വയസ്സിൽ ചെറുതാണെങ്കിലും അറിവിൽ എല്ലാം കൊണ്ടും ഞങ്ങളെക്കാളും മുമ്പിലാണ്. ഞങ്ങളത് എന്നും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക. എല്ലാവരും ഇത് ആത്മാർത്ഥമായി കേൾക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക. നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ധർമ്മോ രക്ഷത് രക്ഷിതഃ.